ഡൽഹിയിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് കെട്ടിടം തകർന്നു. മെഹ്റോളിയിലാണ് 3 നില കെട്ടിടം തകർന്നു വീണത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? പരുക്കേറ്റിട്ടുണ്ടോ ആർക്കെങ്കിലും? രക്ഷാപ്രവർത്തനം എങ്ങനെ നടക്കുന്നു? ഇത് ഓഫീസ് കെട്ടിടമാണോ അതോ ഫ്ളാറ്റ് സമുച്ചയമാണോ? എന്താണിത്? അനുജ, ഇന്ന് രാത്രി 7:45 കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ കെട്ടിടത്തിനകത്ത് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന 4 പേരെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇത് ആളുകൾ താമസിച്ചിരുന്ന കെട്ടിടം തന്നെയാണ്. പക്ഷേ മറിച്ച് വലിയൊരു ഫ്ളാറ്റ് സമുച്ചയമായിരുന്നില്ല. എന്നാൽ കുറച്ച് ആളുകൾ കുടുംബമായി താമസിച്ചൊരു ഇടമാണ്. മാത്രമല്ല സമീപത്തും മറ്റു വീടുകളും ഇത്തരത്തിൽ തന്നെ ആൾതാമസമുള്ള ഇടങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും എന്താണ് ഈ അപകട കാരണം എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം, അതുപോലെ തന്നെ നിർമ്മാണത്തിലെ അപാകതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിൽ സമാനമായിട്ടുള്ള അപകടം ഉണ്ടാകുമ്പോൾ, ഈ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ചും കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അതുപോലെ തന്നെ നിർമ്മാണത്തിലെ അപാകതകളെല്ലാം തന്നെ ഡൽഹിയിൽ ഒരു അന്വേഷണ വിഷയമായി മാറാറുള്ളത്. എന്തായാലും ഇപ്പോഴും ഈ അന്വേഷണം തിരച്ചിൽ നടക്കുകയാണ്. 5 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് ഈ സ്ഥലത്ത്, സംഭവ സ്ഥലത്തുള്ളത്. അവർ ഇപ്പോഴും ആളുകൾ അകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം എന്ന നിഗമനത്തിലാണ്. ഇപ്പോൾ ആ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് അവിടെ ഒരു തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും 2 മണിക്കൂറിനോടടുത്തായി ഈ ഒരു അപകടം സംഭവിച്ചിട്ട് എന്തായാലും പരിക്കേറ്റ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 4 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ നില തൃപ്തികരമാണെന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ ഉണ്ടാകാമെന്ന സംശയത്തിലാണ് ഇപ്പോൾ. എന്തായാലും ഈ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് അതിനെ വലിയ JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ സഹായവും തേടിയിട്ടുണ്ട്. അതിൽ ഈ ഫയർഫോഴ്സ് ഇപ്പോഴും വലിയ തോതിൽ തിരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തിരച്ചിൽ അടുത്ത മണിക്കൂറുകൾ കൂടി നീളുമെന്നുള്ള കാര്യമാണ്. പൂർണ്ണമായി അവശിഷ്ടങ്ങൾ പരിശോധിച്ച ആരും ബാക്കിയില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി, അല്ലെങ്കിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി രക്ഷപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുക. മാത്രമല്ല അന്വേഷണം എന്തായാലും വലിയ തോതിൽ ഇനി നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു അപകടം സംഭവിച്ചോടെ സമീപത്തുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്കും ഇനി എന്തായാലും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നുള്ള കാര്യം കൂടിയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അനുജ, ഡൽഹിയിലെ മെഹ്റോളിയിലാണ് 3 നില കെട്ടിടം തകർന്നു വീണത്. 4 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതിൽ സംശയമുണ്ട്. രക്ഷാപ്രവർത്തനം അവിടെ തുടരുന്നുണ്ട്. എന്താണ് അപകട കാരണമെന്നത് വ്യക്തമായിട്ടില്ല എന്നാണ് അർജുൻ പീതാംബരൻ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.